കുപ്പി വെച്ചിട്ടൊരു ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്നൊരാഗ്രഹം തോന്നി. അപ്പൊ ഞാനത് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം നമ്മുടെ ബുക്കിൽ ചെറുതായിട്ട് ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ പെൻസിലും കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തുട്ടോ. ഒരു ചെടിയാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തു. പിന്നെ ഒരു CD മാർക്കർ വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ, ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട്. ഇനി പെയിന്റ് എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റും പിന്നെ ഒരു റെഡും എടുത്തേക്കുന്നത്. ഞാനൊരു പിങ്ക് കളറാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ പിങ്ക് ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലിന്റെ അടിവശം വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മുക്കിയിട്ട് പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു ഫ്ലവറിന്റെ രൂപം കിട്ടി. പക്ഷെ ഞാൻ കണ്ട വീഡിയോയിൽ അതിന്റെ നടുവിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് നടുവില് ഒന്ന് എനിക്ക് തോന്നുന്നു അത് പെയിന്റ് പറ്റുന്നില്ല. അത് കാരണം ആ പെറ്റൽസ് മാത്രമാണ് തെളിഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ എന്ത് എവിടെ കണ്ട് ചെയ്താലും എൻ്റെതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് ആ കുപ്പി ഒന്ന് വെച്ച് നോക്കി. പക്ഷെ അത് അത്രയ്ക്ക് പോരാ. എന്നാൽ ഞാൻ ഒന്ന് പരത്തി നോക്കി, അവിടെ ശരിയാവണില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ, ആകപ്പാടെ ചളക്കൊളമായി എന്ന് മാത്രം പറയാം. ഈ പെയിന്റും ബ്രഷും വെച്ചിട്ടുള്ള പരിപാടി എന്നെ കൊണ്ട് പറ്റില്ലടോ. എന്തായാലും ഇത്രയൊക്കെ ആയി. എന്നാൽ അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് ചെറിയ ലീഫ് കൂടി ഒന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പെയിന്റും ബ്രഷും വെച്ചിട്ടുള്ള വരയല്ലേ, അതും അത്ര തന്നെ. പിന്നെ ഈ വരച്ച ചിത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചോട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.